ടേസ്റ്റെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. സോ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകുന്നു. The Appliance is an AI cooking assistant that offers a diverse range of recipes, effortless rice cooking, easy preparation of dough and dosa batter, and etc. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ്. പിസ്സ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓവൻ ഉണ്ട്, പക്ഷേ പിസ്സയുടെ ബേസ് ഉണ്ടാക്കണം. അത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിലാണ് പിസ്സയുടെ ബേസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡൗ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ചപ്പാത്തിയുടെ ഉണ്ട്, കസ്തൂരി മേത്തി ഡൗ ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഡൗസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടത് പിസ്സ ഉണ്ടാക്കുന്ന പിസ്സ ബേസിനായിട്ടുള്ള മാവാണ് നമുക്ക് കുഴച്ചെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ഇതിനകത്തില്ല. നമ്മളെന്ത് ചെയ്തു, സ്ഥിരം പരിപാടി, അതായത് ക്രിയേറ്റ് അപ്ലൈൻ AI ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റെസിപ്പി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഇന്ന പോലെ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് തരും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ അവർ ഓൾറെഡി ചോദിക്കുന്നുണ്ട് പിസ്സ സോസ് വേണോ, ഇതിനകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പോരാ, എനിക്ക് പിസ്സ ഡോ തന്നെ കിട്ടണം, പിസ്സ ബേസ് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് പിസ്സ ഡോ വന്നിട്ടുണ്ട്. 2 പേർക്കാണ് അതിൽ പിസ്സ ഡോവിൻ്റെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ മൈദയാണ് യൂസ് ചെയ്യുന്നത്. 200 ഗ്രാം മൈദ അതിനെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, AI പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഈസ്റ്റ് 1 മീഡിയം സ്പൂൺ, ഷുഗർ 1 മീഡിയം സ്പൂൺ, പിന്നെ സോൾട്ട് 1 സ്മോൾ സ്പൂൺ, ഒലീവ് ഓയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് പിന്നെ വെള്ളം, മാവ് കുഴക്കാനായിട്ടുള്ള വെള്ളവും നമുക്ക് വേണം. അപ്പം ഞാനതിൽ ആദ്യം ചെയ്തത് നമ്മുടെ മൈദ ഞാനൊരു 201 ഗ്രാം തൂക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ഞാൻ മാവ് കുഴക്കുന്നത് മാത്രമാണ് ഇതിനെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് ബാക്കിയൊക്കെ നമ്മളിന്ന് പിസ്സ ഉണ്ടാക്കാൻ പോകുന്ന ഓവനിലാണ്. അപ്പോൾ 200 ഗ്രാം മൈദ ഞാൻ എടുത്തത് നമുക്ക് എന്ത് ചെയ്യണം, ഇനി ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ആ ജാറിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ആഡ് ചെയ്യാനായിട്ടുള്ള ഈസ്റ്റാണ്, ഡ്രൈ ഈസ്റ്റാണ്. അത് 1 മീഡിയം സ്പൂൺ, സ്പൂണിൻ്റെ അളവൊക്കെ ഓൾറെഡി നമുക്ക് നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ മീഡിയം സ്പൂൺ ഡ്രൈ ഈസ്റ്റ് ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജാറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പഞ്ചസാര 1 മീഡിയം സ്പൂൺ വേണം, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഉപ്പാണ്. ഉപ്പ് 1 സ്മോൾ സ്പൂൺ മതി, അത് ആഡ് ചെയ്ത ശേഷം അതിനുശേഷം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒലീവ് ഓയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ പൊതുവെ എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. വെളിച്ചെണ്ണ ഉപയോഗിക്കൽ ഇത്തിരി കുറവാണ്. അപ്പോൾ ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിന് വെളിച്ചെണ്ണയോ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒലീവ് ഓയിൽ 3 സ്പൂണാണ് ആഡ് ചെയ്യാനായിട്ടുള്ളത്, 3 ലാർജ് സ്പൂണാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് വെള്ളം 120 ഗ്രാം അളന്ന് വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി മാവൊക്കെ ഇതിലുണ്ടാക്കാം കേട്ടോ. അത് അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ ചപ്പാത്തി മാവ് കുഴക്കുന്നതൊക്കെ ഇതിനകത്ത് ഇത് വെച്ചിട്ട് കുഴക്കുന്നതൊക്കെ കാണിക്കാം. ഇന്ന് പിസ്സ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കാരണമാണ്. ഇതിന് 1.5 മിനിറ്റാണ് നമുക്ക് പിസ്സ ബേസ് സെറ്റ് ആവാനായിട്ട് വേണ്ടത്. അപ്പോൾ അത് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 മിനിറ്റിൽ നല്ല വൈബ്രേഷനാണ് ഈ മാവ് കുഴക്കുമ്പോഴത്തേക്കും. ആദ്യത്തെ ഒരു 2-3 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ നല്ല വൈബ്രേഷൻ ഉണ്ട്. ഈ മാവ് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ആ ഒരു വൈബ്രേഷനാണ് അതിൽ നല്ല രീതിയിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്നുള്ളത് പിസ്സ ഡോ ബേസ് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫങ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിഞ്ഞൊരു ബോളിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു 1.5 മണിക്കൂർ മാറ്റി റെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് മാവ് വന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പീസുകൾ 3 പീസായിട്ടാണ് വന്നിരിക്കുന്നത്. അത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് 2-3 തവണ ഒന്ന് പ്രസ് ചെയ്ത് നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് അത് നിങ്ങൾക്ക് കാണാം, കയ്യിൽ ഇങ്ങനെ പിടിക്കാവുന്നൊരളവേ ഉള്ളൂ. അത് നമുക്ക് ഓയിലിൻ്റെ പുറത്ത് ഒന്ന് ഓയിലായിട്ടൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. 1.5 മണിക്കൂറിന് ശേഷം ഞാനത് എടുത്തപ്പോഴത്തേക്കും നല്ല രീതിയിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്.
നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊന്ന് വെജിറ്റേറിയൻ പിസ്സയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഓവൻ എൻ്റെ അടുത്ത് ഉള്ളത് കാരണം ഓവൻ ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ പിസ്സ ബേസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്തറിഞ്ഞിട്ടും കാര്യമില്ല, പിസ്സ ബേസ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ടേസ്റ്റി ആവത്തില്ല. അപ്പോൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മോസറില്ല ചീസ് എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് അതാ ഇഷ്ടമുള്ള അളവ് എടുക്കാം. പിന്നെ കോൺ എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ ബ്ലാക്ക് ഒലീവ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കട്ട് ചെയ്തത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു സവാള, ചെറിയൊരു ക്യാപ്സിക്കം, അതുകൂടാതെ ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, പിസ്സ സീസണിങ് എന്ന് പറഞ്ഞ 2 പാക്കറ്റാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു കുപ്പി മേടിക്കാനായിട്ട് കിട്ടും. ഞാനത് മേടിക്കാൻ ചെന്നപ്പോൾ അതവിടെ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 2 പാക്കറ്റിൻ്റെ കോംബോ പാക്ക് മേടിച്ചത്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് പിസ്സ ഡോവ് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ പിസ്സ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്, വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു റെസിപ്പി ഉണ്ടാക്കിയതിൻ്റെ മിച്ചം ക്യാപ്സിക്കമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടൊമാറ്റോ സോസ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം, പക്ഷെ ഞാൻ ഇപ്പോൾ സാധാരണ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. പിസ്സ ഉണ്ടാക്കുന്ന ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ അനദർ യൂട്യൂബിൽ നിന്നൊക്കെയാണ് നോക്കി മനസ്സിലാക്കിയതെടുത്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ, അതായത് ഒരു പ്ലേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ഓവൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പ്ലേറ്റ് ഓൾറെഡി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് റൈസ് ബ്രാൻ ഓയിൽ കുറച്ചൊന്ന് ആ പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ടുണ്ട്. ഒലിവ് ഓയിലാണ് കോമൺലി വേണ്ടത്, ഞാനത് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ പിസ്സ ബേസ് നല്ല രീതിയിൽ പ്രസ് ചെയ്ത്, നല്ല സോഫ്റ്റായിട്ടോ, അത് മൊത്തത്തിലൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത്, നമുക്കതിൽ ഫോർക്ക് കൊണ്ട് കുറച്ച് ഹോൾ ഇടണം. കോമൺലി ഞാൻ മേടിക്കുന്ന പിസ്സ ബേസസിൽ 2 പ്രാവശ്യം മേടിച്ചപ്പോൾ അതിൽ കണ്ടിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോസിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആ ഫോർക്ക് കൊണ്ട് നല്ല രീതിയിൽ ഹോളൊക്കെ ഉണ്ടാക്കി നല്ല ഡിസൈൻ പോലെയൊക്കെ ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോസ് ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, പക്ഷേ സമയത്തിൻ്റെ കുറവ് കാരണം അത് അടുത്തൊരു വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് അതിൻ്റെ മുകളിൽ, ബേസിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പൂണ് കൊണ്ട് എല്ലാ വശത്തേക്കും അതൊന്ന് തേച്ച് പിടിപ്പിക്കണം. ശേഷം നമുക്കൊരു ഒണിയൻ അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെയുള്ളത് നമ്മുടെ ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ചെറിയ ചെറിയ പീസായിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെയുള്ളത് ക്യാപ്സിക്കം, അത് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം. പിന്നെ കോൺ എടുക്കാം, അടുത്ത ഇൻഗ്രീഡിയൻസ് കോണാണ്, അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബ്ലാക്ക് ഒലീവ് കട്ട് ചെയ്ത്, ഇത് കട്ട് ചെയ്യാതെ മേടിക്കാൻ കിട്ടും, ഞാൻ കട്ട് ചെയ്തതാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത്. അത് നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ നമുക്ക് യൂസ് ചെയ്താൽ മതി, വെച്ചാൽ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാൽ മതി. പിന്നെ മോസറില്ല ചീസ്, ഇത് ഞാൻ കുറച്ച് നേരത്തേക്ക് എടുത്തു വെച്ചാൽ കേട്ടോ, ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല കട്ടിയായിരിക്കും. ഞാൻ കുറച്ച് നേരത്തെ ഇതൊക്കെ ഒരു പ്ലേറ്റിലാക്കി ചെറിയൊരു ബോളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പിസ്സ സീസണിങ്ങിൻ്റെ കോംബോ പാക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് മൊത്തത്തിലുള്ള ഒരു കോമ്പിനേഷനോട് കൂടി ഒരു ടിന്നിലും മേടിക്കാൻ കിട്ടും, സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. ഒറിഗാനോയുടെ ഒരു പൗഡറാണ് ഇട്ടത്. പിന്നെ ചില്ലി ഫ്ലേക്സ് ഞാൻ കുറച്ച് കിട്ടുള്ളൂ, എരിവ് ഒരുപാട് കൂട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ കുറച്ചാണ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തത്. ഇതിന് ശേഷം നമുക്കിനി എന്ത് ചെയ്യാം, നല്ല രസത്തിലൊക്കെ വന്നിട്ടുണ്ട്, മാവ് സൈഡൊക്കെ ശരിക്ക് നല്ല രീതിയിൽ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിനി നമുക്കിനി ആ കുക്കിംഗ് അസിസ്റ്റൻ്റ് ആവശ്യം ഇനി ആ മാവ് കുഴക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് നമുക്ക് നേരെ ഓവൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. അപ്പോൾ അതിൽ സ്നാക്സിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് A0.3 എന്നും പറഞ്ഞിട്ട് ഓൾറെഡി അതിൽ വന്നിട്ടുണ്ട്, നമുക്കത് കാണാം.
അപ്പോൾ നമുക്കതിൽ തന്നെ ഡിസ്പ്ലേയിൽ തന്നെ 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്ന് നമുക്ക് ഫുൾ ആ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ടും ചെയ്യാൻ പറ്റും. അത് മറ്റേ ഈ പ്രൊഡക്റ്റിൻ്റെയൊക്കെ തണുപ്പ് കൂടുതലാണെങ്കിൽ നമുക്ക് രണ്ടാമത് ഒന്നും കൂടെ ചിലപ്പോൾ ഒന്ന് ആഫ്റ്റർ ആ ടൈമിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടി വരും. മൂന്നാമത്തെ നമ്പറാണ് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. നമുക്കിവിടെ ഡിസ്പ്ലേയിൽ A123 മൂന്നാമത്തെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ ഒരു നോബുണ്ട്. ആ നോബ് മൂന്നാമത്തെ നമ്പറാണ് പിസ്സയ്ക്കുള്ളത്. അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. A3യിൽ മൂന്നാമത്തെ നമ്പറാണ് സ്നാക്സിൽ പിസ്സയ്ക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പിസ്സ ഡോ ബേസ് ആ പ്ലേറ്റിലൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഓവൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് വേറെ രീതിയിലും ഉണ്ടാക്കാം കേട്ടോ, അത് ഞാൻ പറയാം. അപ്പോൾ നമ്മൾക്ക് ഓവൻ ഉള്ളത് കാരണമാണ് ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ സഹായത്തിനായിട്ട് എടുത്തത്. അപ്പോൾ അതിൽ ബട്ടണിൽ സ്റ്റാർട്ട് ഉണ്ട്, ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ട് എന്നും പറഞ്ഞിട്ട് ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ നേരെ പ്രസ് ചെയ്ത് കൊടുക്കുക. 15 മിനിറ്റ് എടുക്കും ഇത് നോർമലി ഒന്ന് പ്രിപ്പയറായി വരാനായിട്ട്. അപ്പോൾ അത്ര സമയം നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് വെച്ച് പറഞ്ഞു നിർത്തിയത് ഇനി 8 മിനിറ്റ് 31 സെക്കൻഡ് കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിത് ഗ്യാസ് സ്റ്റൗവിൽ ഇതേ സെയിം സാധനം ഒരു അലൂമിനിയം പാത്രത്തിൽ ഒരു വളയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മൂടി വെച്ചുകൊണ്ട് ലോ ഫ്ലെയിമിലൊക്കെ നമുക്ക് പിസ്സ ഉണ്ടാക്കി എടുക്കാം. ഞാനതും പരീക്ഷിച്ചതാണ്. അതിന് ശേഷമാണ് ഓവനൊക്കെ മേടിച്ചത്. അപ്പോഴാണ് ഓവനിലേക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പിസ്സ ബേസ് നല്ലത് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അത് ഈ ഒരു മെഷീനും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈസി ആയിട്ട് അതും ക്ലിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റി. ഇനി നമുക്ക് 58 സെക്കൻഡ് കൂടെ ഉണ്ട് ഇത് പ്രിപ്പയർ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചിലപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ നേരിട്ട് ചില പ്രൊഡക്റ്റുകളൊക്കെ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സമയം കൊണ്ട് സെറ്റായി വരണമെന്നില്ല. കാരണം അത് ചിലപ്പോൾ മെൽറ്റ് ആവാനായിട്ട്, ഇപ്പോൾ ചീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ നേരത്തെ എടുത്ത് വെച്ചില്ലെങ്കിൽ മെൽറ്റായില്ല എന്നൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ആ ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, അതിപ്പോൾ ഗ്യാസിൽ ചെയ്യുന്നവരാണെങ്കിലും ഓവനിൽ ചെയ്യുന്നവരാണെങ്കിലും, അത് നമ്മൾ നോക്കി അത് വെന്തിട്ടുണ്ടോ, അതിൽ നല്ല രീതിയിൽ ആ ചീസൊക്കെ മെൽറ്റായിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ചെക്ക് ചെയ്തതിന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പവറുണ്ട്. അത് പവർ, ഇതിൻ്റെ മെയിൻ പവറുകളെന്ന് പറയുന്നത് 100, 80, 60, 40, 20, 10, അങ്ങനെ 10 ഇല്ല 20 വരെ ഉള്ളൂ. അതിനുശേഷം ഞാൻ 80-ൽ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. താഴെ ഒരു നോബുണ്ട്, വോളിയം കൂട്ടുന്ന പോലെ, പണ്ടത്തെ സിസ്റ്റത്തിൽ വോളിയൊക്കെ കൂട്ടുന്ന പോലെ അതൊക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും 1 മിനിറ്റിലേക്ക് വെക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാ ഈ പറഞ്ഞ പോലെ ഓവനകത്തും ഇതേപോലെ ഓട്ടോ കുക്ക്, ഇപ്പോൾ വരുന്ന എല്ലാ ലേറ്റസ്റ്റ് മോഡലിലും ഓട്ടോ കുക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എന്നിരുന്നാൽ പോലും ചിലതിൽ ഇപ്പോൾ ഇതിപ്പോൾ ചൂടാക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ചില ഓവനുകളൊക്കെ ഉണ്ടാവും. അതിനകത്ത് ചിലപ്പോൾ പറ്റില്ല. 3 തരത്തിലുള്ള ഓവനുകളുണ്ട്. എല്ലാത്തിലും ആ സിസ്റ്റം, അതിൻ്റെ പ്രൊസീജിയറൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ടൈം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലി നമുക്ക് നമ്മുടെ പിസ്സ സെറ്റായിട്ടുണ്ട്. സൈഡൊക്കെ നല്ല രീതിയിൽ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ളത്, നമുക്കിത് വേറൊരു വുഡിൻ്റെ ഒരു പീസുണ്ട് കട്ട് ചെയ്യാനായിട്ട്, അതിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്യലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഭംഗിക്ക് ഞാനൊരു റോളറും കൂടെ മേടിച്ചിട്ടുണ്ട്, ബ്ലേഡ്. അതായത് അവർ പ്രൊഫഷണലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനായിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇതല്ലാതെ തന്നെ നമുക്ക് ഈ സിസ്റ്റം ഇല്ലാത്ത ഓവനിൽ ഒരു 10-15 മിനിറ്റൊക്കെ ഡയറക്റ്റ്ലി, അതായത് ഓട്ടോ കുക്ക് ഇല്ലാത്തതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിവേ, ഇതാണ് എൻ്റെ പിസ്സ. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.